ഹായ് അസ്സാമലൈക്കും. വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൺ. ഞാനിന്ന് വളരെ രുചിയേറിയൊരു കക്ക റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് അരി എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഉപ്പും ഉള്ളിയും പെരിഞ്ചീരകവും ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. എന്നിട്ടിതാ ഞാനിത് ഉരുട്ടിയെടുക്കുകയാണ്. ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ ഞാനിത് അറിയാത്തവർക്കായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. വലിയതായിട്ട് ഉരുട്ടിയെടുത്താലേ നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവ് പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ ഇതാ ഫുള്ളായിട്ടും ഞാനിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്നിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുമ്പോഴത്തേക്ക് ഞാനിതിൻ്റെ ബീഫൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ 3/4 കിലോഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാനിതാ 2 വലിയ സവാള, 2 തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഒരു 5-8 പച്ചമുളക്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ബീഫെല്ലാം ആവുമ്പോൾ നല്ല എരിവിട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഈ ബീഫിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞെരടിയെടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇത് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബീഫായതുകൊണ്ട് നല്ല വേവുണ്ടാവുമല്ലോ, അതുകൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത് വേകുമ്പോഴത്തേക്ക് തന്നെ ഞാനിതിൻ്റെ തേങ്ങയൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടി ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കഷ്ണം സവാള, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ്. അധികം അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അധികം ഫൈനായിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അരച്ചെടുക്കുകയാണ്. അപ്പോഴത്തേക്കും എൻ്റെ കക്ക റൊട്ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീഫും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കക്ക റൊട്ടി ഒന്ന് ബീഫെല്ലാം ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്തിട്ട് ഇത് ചൂടായതിന് ശേഷം ഞാൻ ഒരു ചെറിയ സവാള ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. എണ്ണ ഇട്ട് കൊടുക്കുന്നത് എന്നോട് കാണിക്കാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ സവാളയൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളെ ബീഫിലോ കക്ക റൊട്ടിയിലെല്ലാം ഉപ്പുണ്ട്. അപ്പോൾ ഈ അരപ്പിൽ മാത്രം വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഞാൻ ഈ വേവിച്ച് വെച്ച ബീഫ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക.
ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പക്ഷേ ഇപ്പം ഞാൻ കരട്ടുപ്പാണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് ഞാനിതാ ഇതിലേക്ക് ഈ കക്കറോട്ടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ചും കൂടി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തതാണിത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ കറക്റ്റ് എരിവെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ടിതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കക്കറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കക്കറോട്ടിക്ക്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കിടിലൻ ടേസ്റ്റാണ്. ബീഫ് ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ കക്കറോട്ടിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.